ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ, ചുമ്മാ ഒരു റാൻഡം വീഡിയോ. അപ്പോൾ കുട്ടികൾക്ക് എക്സാം കഴിഞ്ഞു, ഇനി സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എക്സാമിൻ്റെ ആ ഒരു ചൂടിൽ നിന്ന് ശരിക്കുള്ള ചൂടിലേക്ക് അവർ ഇറങ്ങാൻ പോകണം. അപ്പോൾ അവരുടെ ആ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഓൾ ദി ബെസ്റ്റ് വിത്ത് ലവ്, മാലിനി മാം. മാം ഷോർട്ടിൽ എഴുതിയോ? ഞാനൊരു ചോക്ലേറ്റ് കൊടുത്തു മാമിനെ, മാം ഹഗ് ചെയ്തു. ചോക്ലേറ്റ് ഇതൊക്കെ മാം തന്നാ? ഒരു മിനിറ്റ്, അല്ലെങ്കിൽ അത് ശല്യം ചെയ്യടക്ക. ഇനിയുണ്ടോ കളറിംഗ് ബുക്ക്? ആരോ crayons. അത് നീ എടുത്തോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് നോയ്സ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, കാരണം ഞാനിവിടെ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുക. മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയച്ചതാണ്. മോള് അതിൽ ഒരു പാക്കറ്റ് ചിപ്സ് കഴിച്ചുള്ളൂ, ബാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെ ഇത് ജ്യൂസ്? അതെന്താ അദ്വി? നോക്കട്ടെ. ഇതൊക്കെയാണോ നിനക്ക്? ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ലേ? ക്ലേ അല്ലേ അത്? അതൊന്നും എടുക്കണ്ട, അത് നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടാ. എന്നിട്ട് എന്റെ ഫ്രണ്ട്സിങ്ങനെ ആരോ കണ്ടാ എന്നെ കമ്പ് പറയണേ, ജസ്റ്റ് കണ്ടാ ഞാൻ പോയിട്ടാ. ഞാന് ചേരണ്ട ഒരു ഫ്രണ്ട്, നമ്മൾ രണ്ടാളും പുറത്ത് പോയി അവിടെ ഒരു ഇന്ന് പോയിട്ടാ ഷോപ്പില് ഐസ്ക്രീം വാങ്ങിക്കാം വാങ്ങിച്ചു. ഈ സാധനത്തിന് വേണ്ടി വാങ്ങിച്ചതാ കപ്പ് ഐസ്ക്രീം, നമുക്ക് വേണ്ട. ഓക്കെ, അത് നമ്മൾ തിരിച്ചു വന്ന് അമ്മാസിൽ പോയി. അമ്മാസിൽ ചോക്ലേറ്റ് വാങ്ങിച്ചു. നിങ്ങൾ തന്നെ പോയാ? നിങ്ങൾ തന്നെ അമ്മാസിൽ പോയാ? ഞാൻ എന്റെ ഫ്രണ്ട് അമ്മാസ്. ടീച്ചർ വിട്ടാ? ഇത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് എക്സാം ക്ലാസ് നീ പറഞ്ഞ അവൾ അങ്ങനെ ചെയ്തോട്ടെ. ഞാനും എന്റെ ഫ്രണ്ടില് ഇവിടെ സംസാരിക്കായിരുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ക്ലാസ്സിലെ. അവിടെ ബാക്കിൽ നിന്നും ഒരു സൗണ്ട് കിട്ടും, ആരോ ആരോ കംഫാസ് കംഫാസ് ഞാൻ കണ്ടു. അപ്പോഴും എന്റെ ഫ്രണ്ട് ചരൺ ഇനി ആയി ഇഷ്ടം, അവരുണ്ടാലും അവിടെയായിരുന്നു. കംഫാസ് കംഫാസ് നമ്മൾ എന്ത് ഇനി അതുവരെ ചക്കം നമ്മൾ രണ്ടും പോയി. അവിടെ ഒരാൾ പോയി ഒരു എന്താ പറയാ സമോസ വാങ്ങിയോ? അല്ല, ഒരാൾ സ്പ്രേ വാങ്ങിക്കണ്ട. സ്പ്രേ കഴിഞ്ഞില്ലേ? ഇവിടെ ഉണ്ടായിരുന്നോ? റോപ്പ് സ്പ്രേ വാങ്ങിച്ചു നമ്മള്, റോപ്പ് സ്പ്രേ. ഇനി അത് കഴിഞ്ഞ് നമ്മൾ രണ്ടും പോയി ഐസ്ക്രീം വാങ്ങി കുറച്ച് ദൂരെയായിരുന്നു കേട്ടാ, നന്ദിനി. നമ്മൾ പോയി. ഓക്കെ, നമ്മളത് കറക്റ്റ് 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ആ 15 മിനിറ്റ്സിൽ 5 മിനിറ്റ് ഒരു 10 മിനിറ്റ്സ് എടുത്തു. അവിടെ കുറെ 5 മിനിറ്റ്സ് എടുത്തു. അവിടെ തിരിച്ചു വന്നിട്ട് നമ്മൾ അമ്മാസിൽ പോയ അമ്മാസിന്റെ ആള് അവിടെ ഭയങ്കര സ്ലോ. 10 മിനിറ്റ്സ് അങ്ങനെ പോയി. ഒരു മിനിറ്റ് ഇത് വാനിലല്ലേ? പാർട്ടി ചെയ്യാനല്ലേ? സ്കൂളിലല്ലേ? ക്ലാസ് എന്റെ ഫ്രണ്ട്സ് എല്ലാരും വന്നിട്ട് നമ്മൾ പോയിട്ടാ. അവിടെ എത്തിയിട്ട് ഞാൻ ജയ്സ്വനെ വന്നു. ജയ്സ്വനെ ഹായ് ബൈ ബൈ ഞാൻ പോയി. അവിടെ ഫുൾ മസ്റ്റ്. നമ്മൾ അവിടെ എന്റെ ഫ്രണ്ട് വന്ന് റോപ്പ് സ്പ്രേ അടിച്ചു കേട്ടാ. അവിടെ രണ്ടും ഒരു ടീച്ചറല്ല, ഒരാള് വന്നിട്ട് റോപ്പ് സ്പ്രേ നമ്മളെടുത്തു. എനിക്കറിയില്ല ആള് മീൻസ് ഏതോ ആള്, എനിക്കറിയില്ല ഏതോ സ്കൂളിലല്ല, സ്കൂളിലെ ആണ്. അത് പറ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ലീവ്, വി ആർ മോർ ഫോർ സ്പ്രേ ലീവ്. ഞാൻ ബ്രോ വി കാൻ ലീവ് സിറ്റ് ഹിയർ. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോന്നു. അപ്പോൾ സാരില്ല, എൻ്റെ പൈസ അല്ല, എൻ്റെ പൈസ നമ്മൾ ചോക്ലേറ്റ് ഐസ്ക്രീം ഇതൊക്കെ വാങ്ങിച്ചാൽ അത് മതി അങ്ങനെ പറഞ്ഞു കേട്ടോ. സോ ഞാൻ ഐസ്ക്രീം കഴിച്ചു, ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. ഈ ചിപ്സ് ഞാൻ ബ്ലൂ ചിപ്സ് എടുത്തു, കുറച്ച് കൂടുതൽ ക്രേസ് അല്ല, അതുകൊണ്ട് അത് കഴിച്ചു. പിന്നെ ജ്യൂസ് അവിടെ എൻ്റെ മെയില് ഫുള്ളായി. ഇനി ഇത് ക്ലാസ്സിൽ മാലിനി മാം എപ്പോഴായി തന്നപ്പം? എന്തോ മാലിനി മാം എന്തോ സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാ കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെന്നാ നിനക്കുണ്ടാ? നിനക്കുണ്ടാ?
വലിയ ക്രയോണല്ലോ, വാക്സും ഉണ്ട് അല്ലേ? എനിക്ക് വാട്സാപ്പിൽ പക്ഷേ അമ്മ ഈ ഡ്രസ് കളയാൻ പാടില്ല കേട്ടാ. എന്നിട്ട് ആദികയുടെ മാം എന്ത് പറഞ്ഞു? ഹഗ് ചെയ്തു. ഹഗ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഒന്നും പറഞ്ഞില്ലേ? ഓൾ ദ വെരി ബെസ്റ്റ് ഒന്നും പറഞ്ഞില്ലേ? കൊച്ചിന്റെ കുറച്ച് ദൂരെ പോകാൻ പറയാം. ആ ഒന്നുമില്ല അവൾക്ക് പറയാൻ. ഞാൻ ഫ്രണ്ട് പറഞ്ഞു, എന്റെ ഫ്രണ്ട് ഉണ്ട്. പറ. അല്ല, എക്സാം എങ്ങനെ ഉണ്ടായി? അവിടെ എന്റെ ഫ്രണ്ട് ഉണ്ട് വേദാംശ. അവൻ കണ്ടോണ്ട് ബസ് ഏതാംശ? ക്ലാസ് അവൻ കണ്ടോര എന്റെ ബസ് ഇങ്ങനെ സ്ട്രെച്ച് ആയി. അവൻ ഷർട്ട് കണ്ടു ആദ്യം അന്തിക്കില്ല. എന്താ അങ്ങനെയൊക്കെ കാണിച്ചാ? അവള് കണ്ടു, അവള് കണ്ടു കൊടുത്തു. നൈസ് ഉണ്ട്. അവളും കണ്ടു എന്റെ ബസ് പൊട്ടിയിട്ടു. എന്നിട്ട് വേദാൻ പറഞ്ഞു 17 ബ്രോക്കൻ. വേദാൻ പറഞ്ഞു എല്ലാരും 70 അങ്ങനെ പറയണം. റൂട്ട് നമ്പർ 17 ആണോ ബ്രോക്കൺ ആയതെന്നല്ലേ? ശരിക്കും വേദാംശിനെ അവൾ കണ്ടു. പിന്നെ എന്നിട്ട് ആ ബസ് മൂവ് ആയി. എന്നിട്ട് അവൻ 12 ബസ്സിൽ പോയി. അല്ല എന്നിട്ട് അല്ല വാത്ത 17 പൊട്ടിയില്ലേ? അന്ന് 17 പൊട്ടി അന്ന് നിങ്ങളെ സ്കൂളിലേക്ക് കൊണ്ടുപോയത്. നമ്മുടെ കൂടെ 9 പോയത്. ഏത് സ്കൂളിലേക്ക് പോയതാ? ഇവിടെ നിന്ന് കുട്ടു കയറ്റുന്ന അവനറിയില്ല. വേറെ കുട്ടികളാണ് 12 പോയത്. നീ 12 അല്ലായിരുന്നു, നമ്മൾ 9 നിനക്ക് ഒന്നും അറിയില്ലെങ്കിൽ 1 year ആയിട്ടോ. ഐ നോ മോർ ദാൻ യു. എന്നിട്ട് ഇപ്പൊ ഞാൻ ഇതാണ് ലാസ്റ്റ് ഡേ. ഇനി ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോവാ. നീയോ? അതെ. ഇനി ഞാൻ ഇത് കാണിക്കാം. ആൾ കാണിക്കണ്ട, മതി, അതൊന്നും കാണിക്കാനില്ല. ക്ലേ അത് വേണ്ട, നമുക്ക് കാണിക്കണ്ട. ഇത് പിങ്ക്. നമുക്ക് ഇതുകൊണ്ട് കളിക്കാം. ഇത് ജസ്റ്റ് നമ്മൾ അതിലിട്ടുണ്ട്. ഇത് വേറെ പിങ്ക്. ഇത് ഓറഞ്ച്. ഇതൊരു കട്ടിങ്സ് ആണ്. ഇത് വേറെ കട്ടിങ്. നൈസ്. ഇത് അങ്ങനത്തെ ഷേപ്പ് മോൾഡ്. ഇത് സർക്കിൾ ഷേപ്പ്. ഇത് ഗ്രീൻ ക്ലേ, ബ്രൗൺ ക്ലേ, സ്ക്വയർ, ലൈറ്റ് ഗ്രീൻ ക്ലേ. അവിടെ എന്താ വെക്കണേ? പക്ഷെ ഇതെല്ലാം ഡിഫറെന്റ് അല്ല. ഇത് മാത്രം ഡിഫറെന്റ് സാധനം. മതി, എടുത്തു വെച്ചോ. പിന്നെ ഞാൻ മിക്സ് ചെയ്യാൻ പോവാ. ഈ ഡ്രസ് കഴുകണ്ട കേട്ടോ. അയ്യേ, അന്ന് നിന്റെ വയപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് കുട്ടികളുടെ എക്സാം കഴിഞ്ഞതിൻ്റെയും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തതിൻ്റെയും സന്തോഷ നിമിഷങ്ങളൊക്കെ. അപ്പോൾ മോൾ എന്താ പറഞ്ഞതെന്നറിയോ? 2-3 ദിവസം മുമ്പ്, അതായത് വെനസ്ഡേ കുട്ടികളെ എക്സാമിന് പോകുമ്പോൾ അവരുടെ വാനൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയുണ്ടായി. അപ്പോൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സിഗ്നലിൽ വണ്ടി നിൽക്കുന്ന സമയത്ത് ബാക്കിലൊരു ട്രക്ക് വന്നിടിച്ചതാണ്. ഇവരുടെ വാൻ ഡ്രൈവറുടെ പ്രശ്നമൊന്നുമല്ല, ആ ട്രക്ക് തന്നെ വേറൊരു ബൈക്കാരനൊക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് കോൾ വന്നു, ഇങ്ങനെ പറ്റിയിട്ടുണ്ട്, കുട്ടികൾക്കൊന്ന് പാനിക്കായിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല, ഒന്ന് വരാനായിട്ട് പറഞ്ഞു, ഒന്ന് ജസ്റ്റ് ആശ്വസിപ്പിക്കാം, കാരണം എക്സാം നടക്കല്ലേ. ഞങ്ങളപ്പോൾ തന്നെ അങ്ങനെ ഞങ്ങൾ പോയി അവിടെ എത്തിയപ്പോഴേക്കും എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ 2-3 കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് ആ പെട്ടെന്നുള്ള ഒരു ഇതിൽ ഒന്ന് കൈയിടിക്കുക അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്തു, എല്ലാ കുട്ടികൾക്കും ഇളനീരൊക്കെ കൊടുത്ത് റെഡിയാക്കി. അപ്പോൾ എക്സാം എഴുതാൻ താല്പര്യമില്ലാത്തവരെ, അതായത് പറ്റാത്തവരെ വിടാം എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ മോനെയൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവർ 2 പേരും, മോനും മോളും എക്സാം എഴുതിയിട്ടോ. എന്നാലും ഞങ്ങളൊന്ന് കാണണമെന്ന് പറഞ്ഞു.
അപ്പോൾ 3rd ഫ്ലോറിലാണ് മോൻ്റെ ക്ലാസ്. അപ്പോൾ അവൻ്റെ ക്ലാസ് ടീച്ചർ കൊണ്ടുവന്ന് ഞങ്ങളോട് സംസാരിപ്പിച്ചപ്പോൾ മോൻ പറഞ്ഞു ഞാൻ എക്സാം എഴുതിയിട്ടേ വരുന്നുള്ളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പിന്നെ മോളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ എന്നിട്ട് ഇവിടെ എക്സാം എഴുതുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ടായി. ഒരു കുഴപ്പമില്ല, എക്സാം എഴുതാൻ സുഖമായിട്ടെന്ന്. എന്നാലും ടീച്ചറെ കാണാൻ വേണ്ടി ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് ടീച്ചറെ കണ്ടു. അതിനിടയിൽ കൂടെ മോള് വാഷ്റൂമിലേക്ക് പോയിട്ടോ. പോയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇതിൽ നിന്നു. അതിന് മൈൻഡ് ചെയ്യാൻ ഒറ്റ പോക്ക്. തിരിച്ചു വരുമ്പോൾ എന്താ സംസാരിക്കാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ നോക്കിയില്ല. അങ്ങനെ സ്റ്റൈലാക്കി അവൾ ഉള്ളിൽ പോയി ക്ലാസ്സിൽ പോയി എക്സാം എഴുതി. മോനെ എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് മോനെ കൊണ്ടുവന്നത്. അപ്പോൾ ഇവളിങ്ങനെ എന്നിട്ട് പിന്നെ മാമിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ മാം പറഞ്ഞു ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല, ആൾക്ക് സുഖമായിട്ട് എക്സാം എഴുതുന്നുണ്ട്, 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവളെയും കൂടി കൊണ്ടുപോകാൻ. അങ്ങനെ ഞങ്ങൾ അവളെയും കൂടി കൊണ്ടുവന്നിട്ടാണ് അവളെയും കൂടി കൂട്ടി ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഇവിടെ ഇപ്പോഴാണ് മോൻ പറഞ്ഞ് എല്ലാവരും നല്ല ഇതിൽ തന്നെ ഭയങ്കര കെയറിങ്ങാണ് അവിടുത്തെ. അത് ഞങ്ങൾ ചെന്നപ്പോഴേക്കും തോന്നിയിട്ടോ. വേറെ 1-2 കുട്ടികളിങ്ങനെ കാലൊക്കെ ഇടിച്ച കുട്ടികളൊക്കെ അവിടെ ഇരിക്കണ്ടായി. അവരൊക്കെ അവരുടെ അടുത്തൊക്കെ എല്ലാ സ്റ്റാഫുകളും വന്നു ചോദിക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ അതെ ഭയങ്കരമായിട്ട് ചോദിച്ചു. എല്ലാവരും വന്ന് എങ്ങനെയുണ്ട് എന്താണ് എന്നൊക്കെ വിശേഷമൊക്കെ ചോദിച്ചു. മോളെ ആരൊക്കെയോ മാറി ഇരിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയണ്ടായി മോൻ. പ്രിൻസിപ്പളും ചെയർമാനും അവരൊക്കെ. അപ്പോൾ എന്തായാലും നമ്മളുടെ ആവശ്യമേ ഇല്ല, അത്ര കെയറിങ് ആയിട്ടുള്ള ടീച്ചേഴ്സും അവിടുത്തെ എല്ലാ സ്റ്റാഫുകളും. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമായിരുന്നു. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് കുട്ടികൾക്കൊന്നും പറ്റാണ്ട് എല്ലാ കുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറ്റാണ്ട് ഇങ്ങനെ അങ്ങോട്ട് മാറിപ്പോയത്. അപ്പോൾ ഇവിടെ അമ്മയും മക്കളും തമ്മിലുള്ള യുദ്ധം കൂടി സ്റ്റാർട്ടാവണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സന്തോഷ നിമിഷങ്ങളിങ്ങനെ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് രാത്രി കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.